ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്, പ്രശംസിക്കപ്പെടുന്നത്. അങ്ങനെ തിരികെ ജീവിതത്തിലേക്ക് നടന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എ.ബി. സുനിൽകുമാർ. ജീവിതത്തിൽ ക്യാൻസർ വന്നിട്ടുള്ളവർക്കും അർബുദരോഗ ചികിത്സ, സ്വാന്തന, ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സ്വയം അർപ്പിച്ചവർക്കും സമർപ്പിക്കുന്നു. കുളിർ മഞ്ഞിൽ ആരോ ഒരാൾ. പുറത്ത് ആകാശം തെളിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷം നേർത്ത മൂടൽമഞ്ഞ് പുതച്ച് തണുത്ത് കിടക്കുകയായിരുന്നു. എറണാകുളത്തെ വായുവിൽ ഫാക്ടറി മാലിന്യങ്ങൾ കൂടുതലാ, അതുകൊണ്ടാ പുലർച്ചയ്ക്ക് ഇത്രയും മൂടിക്കെട്ടൽ, വല്യേട്ടൻ പറയാറുണ്ട്. ഡിസംബർ മാസമല്ലേ, മഞ്ഞും തണുപ്പും കൂടുതലായിരിക്കുമല്ലോ. കൊച്ചി ലാക്ഷോർ ആശുപത്രിയിലെ 426 നമ്പർ മുറിയുടെ ജനലിൽ കൂടി പുലർക്കാല കാഴ്ചകൾ നോക്കിയിരിക്കുക എനിക്ക് ഒരു ആശ്വാസമാണ്. ആദ്യമായി പ്രകൃതിയെ കാണുന്നത് പോലെ, എനിക്ക് മുമ്പേ ഈ ഭൂമി ഇല്ലാതിരുന്നതുപോലെ, എല്ലാ കാഴ്ചകളും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെ, അവ്യക്തമായ പുറംകാഴ്ചയിലേക്ക് ഒരു അവധൂതനെ പോലെ അയാൾ വരുമായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ കറുത്തുമുഷിഞ്ഞ മുഴുനീളൻ കൈയുള്ള കോട്ടും നരച്ചു വെളുത്ത പാൻറ്റും ധരിച്ച് ദൂരക്കാഴ്ചയിൽ പോലും അയാൾ ഒരു വിദേശിയാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഏതോ പുരാതന പാശ്ചാത്യ കഥയിലെ ഒരു കൺകെട്ടുകാരൻ്റെ രൂപമായിരുന്നു അയാൾക്ക്. നീണ്ടുമെലിഞ്ഞ് മുടി നീട്ടി വളർത്തി ചെറിയൊരു താടിയും വെച്ച് അങ്ങനെ 4-ാം നിലയിലെ ജനലിലൂടെ അയാളെ ഞാൻ സാഗൂതം വീക്ഷിച്ചിരിക്കും. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ആശുപത്രിയിലെ മുന്നിലെ ഗേറ്റിന് കുറച്ചു മുൻപായി അയാൾ റോഡിൽ ഒതുങ്ങി നിൽക്കും. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പുകയില പൈപ്പും ഒരു ചെറിയ പൊതിയുമെടുക്കും. സാവധാനം പൈപ്പിൽ പുകയില നിറയ്ക്കും. ബന്ധപ്പെട്ട് പൈപ്പ് കത്തിക്കും. പിന്നീട് ആസ്വദിച്ച് വലിക്കാൻ തുടങ്ങും. വലിച്ചുവിടുന്ന പുകവലയങ്ങൾ അയാളുടെ തലയ്ക്ക് മുകളിൽ കുറച്ചു സമയം മരവിച്ചു നിൽക്കും. പിന്നെ പതിയെ പതിയെ നേർത്ത് അന്തരീക്ഷത്തിൽ അലിഞ്ഞ് അപ്രത്യക്ഷമാകും. ഒപ്പം അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അയാൾ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് തിരിച്ചു പോകുന്നു? ഒന്നുകിൽ അയാൾ ഒരു രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിക്ക് കൂട്ടുനിൽക്കുന്ന ആളായിരിക്കാം. അതുമല്ലെങ്കിൽ അറിയില്ല. പലപ്പോഴും വിചാരിക്കും, നാളെ അയാൾ വരുമ്പോൾ താഴെ ഇറങ്ങിച്ചെന്ന് അയാളെ കാണണമെന്ന്, അയാൾ ആരാണെന്ന് തിരക്കണമെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. ഈ ജനലരികിലുള്ള കസേരയിൽ എന്നെ താങ്ങിയിരുത്തി വല്യേട്ടൻ താഴെ കാൻറ്റീനിലേക്ക് ചായ വാങ്ങിക്കാൻ പോയിരിക്കുകയാണല്ലോ. പരസഹായം കൂടാതെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും എനിക്കാകില്ലല്ലോ. റോളിംഗ് സ്റ്റാർട്ട് ക്യാമറ. ഒറ്റപ്പാലം പോലെയല്ല പയ്യന്നൂർ, ഒറ്റപ്പാലത്തുകാരെ പോലെയല്ല പയ്യന്നൂർക്കാർ. ഒറ്റപ്പാലത്തുകാർക്ക് ഇതിലൊന്നും ഒരു പുതുമയില്ലാതായിരിക്കുന്നു. വള്ളുവനാടൻ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെടാനും വിജയിക്കാനും തുടങ്ങിയതോടുകൂടി അവർക്കിതെല്ലാം പതിവ് കാഴ്ചകളായിട്ട് തന്നെ കാലം കുറേയായി. കാവ്യമാധവനെയും മറ്റു താരങ്ങളെയും കാണാൻ പയ്യന്നൂരിലെ ആബാലവൃന്ദം ജനങ്ങളും ലൊക്കേഷനിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയതോടുകൂടി പല ദിവസങ്ങളിലും പോലീസിന് പോലും തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ ഞാൻ പയ്യന്നൂരിലെ ക്യാമ്പിൽ ജോയിൻ ചെയ്തു. കേശവേട്ടനും ഞാനും ഒരുമിച്ചാണ് തൃശ്ശൂരിൽ നിന്നും പോയത്. കേശവേട്ടൻ മേക്കപ്പ് മാൻ പട്ടണം ഷായുടെ സഹായിയാണ്. മുൻ ഷെഡ്യൂൾ പ്രകാരം എനിക്ക് ചെയ്യാനുള്ള വളരെ ചെറിയ വേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ തീരേണ്ടതായിരുന്നു. എന്നാൽ ഷൂട്ടിങ്ങിനിടയിലെ പല പ്രശ്നങ്ങൾ കാരണം അത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണുണ്ടായത്. 2-ാം ദിവസം മുതൽ ശരീരത്തിന് അകാരണമായ ഒരു കുളിര് അനുഭവപ്പെടാൻ തുടങ്ങി. നാവിലെ രസമുകുളങ്ങളെല്ലാം ഉൾവലിഞ്ഞതുപോലെ, ഭക്ഷണത്തിനൊന്നും ഒരു സ്വാദും ഇല്ലാത്തതുപോലെ, ഒരു പനിയുടെ അന്തരീക്ഷം ഇരുണ്ടുവരുന്നത് പോലെ. 3-ാം ദിവസമായപ്പോഴേക്കും പനിയുടെ കൂടെ ചുമ പുറത്തു ചാടാൻ തുടങ്ങി. കൂട്ടത്തിലുള്ളവരെല്ലാം ഡോക്ടറെ കാണാൻ നിർബന്ധിച്ചപ്പോൾ നാട്ടിലെത്തിയിട്ടാകാം എന്ന് ഞാൻ മനസ്സിൽ കരുതി. 4-ാം ദിവസം രാവിലെ തൃശ്ശൂർക്ക് തിരിച്ചു വണ്ടി കയറി. കൂടെ നാടക നടൻ ജെമിനി രാജേട്ടനും മാതൃഭൂമിയിലെ രാമചന്ദ്രൻ മാഷും നടനും നിർമ്മാതാവും കൂടിയായ ഷിബു
തുലിപ്സും ഉണ്ടായിരുന്നു. തീവണ്ടിയിൽ കയറിയതും ബെർത്തിൽ കയറി ചുരുണ്ടുകൂടി കിടന്നു. ഇതിനിടയിൽ പല പ്രാവശ്യം സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചുവെങ്കിലും എനിക്ക് സാധിക്കുകയുണ്ടായില്ല. പനിയുടെ ചൂടിൽ, ചൂടിൻ്റെ വിയർപ്പിൽ, വിയർപ്പിൻ്റെ കുളിരിൽ ബോധാബോധാവസ്ഥയിലൂടെ സഞ്ചരിച്ച് അവസാനം എപ്പോഴോ നാട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടനെ നാട്ടുകാരൻ കൂടിയായ അശോകൻ ഡോക്ടറെ പോയി കണ്ടു. പക്ഷേ രാത്രിയിൽ ചുമ വളരെ ശക്തിയായി എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. നെഞ്ചിൻ കൂടിൽ കുരുങ്ങിയ കഫം പുറത്തേക്കുള്ള വഴി കണ്ടെത്താനാകാതെ ഉരുണ്ടുകൂടി പലതവണ എന്നെ ശ്വാസം മുട്ടിച്ചു. ചുമച്ച് ഉറക്കം വരാതെ വിഷമിച്ചു കിടന്നു. കുറേ നേരം നെഞ്ചിൻ കൂടിൽ കുരുങ്ങിക്കിടന്ന കഫം അവസാനം ചുമയോടുകൂടി തൊണ്ടയിൽ നിന്നും വഴുതി വായിലെത്തി. ബന്ധപ്പെട്ട് ബാത്റൂമിലെ വാഷ് ബേസിനിലേക്ക് തുപ്പി. വിളറി വെളുത്ത വാഷ് ബേസിനിലേക്ക് ഒരു കുടന്ന കഫം വായിൽ നിന്നും പുറത്തു ചാടി. ഒരു നിമിഷം അറിയാതെ ഞാനൊന്ന് പതറിപ്പോയി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല. വാഷ് ബേസിനിൽ കഫത്തിനോടൊപ്പം തളം കെട്ടിക്കിടക്കുന്ന കടും ചുവപ്പ് നിറത്തുള്ള രക്തം കണ്ടപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി. പല സിനിമകളിലും കണ്ടിട്ടുള്ള വീർപ്പ് മുട്ടിക്കുന്ന ഒരു സന്ദർഭത്തിൻ്റെ ആവർത്തന ഷോട്ടിലേക്കാണ് ക്യാമറ തിരിയുന്നതെന്ന് അന്നെനിക്ക് അറിയില്ലായിരുന്നു.